Hello friends, welcome back to Aray's World. അപ്പോൾ നമ്മുടെ വെയിറ്റ് ലോസ് ജേർണിയുടെ 3rd ഡേ ആണ് ഇന്നത്തെ നമ്മുടെ ഡയറ്റ് എന്തെന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് ഫ്രൂട്ട്സും അതിൻ്റെ കൂടെ വെജിറ്റബിൾസും കഴിക്കുന്നുണ്ട്. അപ്പോൾ അത് എത്രയൊക്കെയാണ് ഏതൊക്കെ ക്വാണ്ടിറ്റിയിലാണ് കഴിക്കേണ്ടതെന്നെല്ലാം ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. പിന്നെ ഇന്നലത്തെയും മിന്നാമത്തെയും ഡയറ്റിൽ ഞാൻ എത്ര കിലോ കമ്മിയായി എന്നുള്ളത് ഈ വീഡിയോയുടെ അവസാനം ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് തന്നെ വാച്ച് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഡേ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ 6:30 മണിയായി സമയം. അപ്പോൾ ഞാൻ ഒരു ഡേറ്റ്സും 4 കുതിർത്ത ബദാമാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഡേറ്റ്സിൻ്റെ ബദാമിൻ്റെയും ബെനിഫിറ്റ്സ് എല്ലാം ഞാൻ ഡേ 1-ലത്തെ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ കൂടെ ഒന്ന് കണ്ടു നോക്കണം. അപ്പോൾ ഇപ്പോൾ 8 മണിയായ സമയം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഡേ 3-ന് ഞാൻ എടുക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് ഒരു ആപ്പിൾ കട്ട് ചെയ്തതും പിന്നെ ഒരു ഗ്ലാസ് ഓഫ് വാട്ടറാണ്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് വാട്ടർ നന്നായി കുടിക്കണം. വെള്ളം എത്രത്തോളം കുടിക്കണോ അത്രയും നമുക്ക് ഈ ഡേയ്സിൽ നമുക്ക് നിർജ്ജലീകരണം ഇല്ലാതെ അതായത് ഡീഹൈഡ്രേഷൻ ഇല്ലാതെ നമുക്ക് ആവാൻ പറ്റും. അപ്പോൾ എത്ര വെള്ളം കുടിക്കണോ അത്രയും നിങ്ങൾ കുടിക്കുക, എത്ര പറ്റണോ അത്ര കുടിക്കുക. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ഡേയിൽ നമ്മൾ ഫ്രൂട്ട്സും അതിൻ്റെ കൂടെ വെജിറ്റബിൾസും രണ്ടും മിക്സ് ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ എടുത്തിരിക്കുന്നത് ആപ്പിളും വെള്ളമാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഈ ആപ്പിൾ കാലത്ത് കഴിക്കുന്നതിനെ കുറിച്ചുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ ഫസ്റ്റ് ഡേയിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ വെറുതെ ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല, എങ്കിലും ഞാനിപ്പോൾ പറയാം. ആപ്പിളിൽ ധാരാളം ഫൈബർ കണ്ടൻറ്റ് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആപ്പിൾ നമ്മൾ കാലത്തെ കഴിക്കുന്നതുകൊണ്ട് നമ്മുടെ ബെല്ലി ഫാറ്റൊക്കെ റെഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫ്രൂട്ടാണ്. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ ഞാൻ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് ബ്രഞ്ചിനുള്ള സ്നാക്ക് എന്താണെന്ന് നോക്കാം. അപ്പോൾ ബ്രഞ്ച് ഞാൻ കഴിക്കുന്നത് 10 മണിയിൽ നിന്ന് 11 മണീൻ്റെ ഉള്ളിലാണ്. അപ്പോൾ ബ്രഞ്ചിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 പേരയ്ക്കയാണ്. അപ്പോൾ ഞാനിവിടെ പേരയ്ക്ക കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് പറഞ്ഞാൽ വളരെ കുറച്ച് മുളക് പൊടിയും അങ്ങനെ സ്പ്രിങ്കിൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതൊരു ടേസ്റ്റിന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ 2 ദിവസമായിട്ട് ഉപ്പും മുളകും ഒന്നും ഇല്ലാണ്ട് കഴിക്കില്ല. അപ്പോൾ ഇത് ഇങ്ങനെ കഴിക്കുമ്പോൾ കുറച്ച് നല്ല ഒരു ടേസ്റ്റ് തോന്നുന്നുണ്ട്. വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ പെയർ ഫ്രൂട്ട് മസ്റ്റായിട്ട് നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തണം. കാരണം ഇതിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്, ഫൈബർ കണ്ടൻറ്റ് അടങ്ങിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇത് പെട്ടെന്ന് നമ്മുടെ ഫുഡിനൊക്കെ ഡൈജസ്റ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മളെ ബോഡിയെ ഡീടോക്സിഫിക്കേഷൻ ചെയ്യാനും ഈ പെയർ ഫ്രൂട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ ഡയറ്റൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ പെയർ ഫ്രൂട്ട് മസ്റ്റായിട്ട് നമ്മൾ എടുക്കേണ്ട ഒരു ഫ്രൂട്ടാണ്. സോ അതും കൂടി എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഞാനിവിടെ എൻ്റെ ഈ ബ്രഞ്ച് ഇവിടെ ഫിനിഷ് ചെയ്തു. അപ്പോൾ ഞാനിനി ലഞ്ചിനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ നമുക്ക് ലഞ്ച് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇന്നത്തെ ലഞ്ച് നമ്മൾ വെജിറ്റബിൾസാണ് എടുക്കുന്നത്. അപ്പോൾ ഒരു ക്യാരറ്റ് റൗണ്ടായി കട്ട് ചെയ്തതും ഒരു വെള്ളരിക്കയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി വെള്ളരിക്കയിൽ നമ്മൾ കുറച്ച് ഇന്നലെ ചെയ്ത പോലെ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. ചെറുതായിട്ട് ഉപ്പും കുരുമുളകും പിന്നെ കുറച്ച് നാരങ്ങ നീരും നമുക്ക് ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് ചേർത്താൽ മതി. ജസ്റ്റ് ആ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 മുറി നാരങ്ങയാണ് ഞാൻ ചേർക്കുന്നത്. നാരങ്ങയുടെ നീര്. എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ ഡയറ്റ് കൊണ്ടുള്ള നമ്മുടെ ഉദ്ദേശം എന്തെന്ന് വെച്ചാൽ നമ്മൾ ഇതിൽ ഫുള്ളായിട്ട് കാർബ്സ് കട്ട് ഔട്ട് ചെയ്യാണ്. അതായത് ദോശ, ഇഡ്ഡലി, ചോറ് അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും നമ്മൾ ഈ ഡയറ്റിൽ എടുക്കുന്നില്ല.
അപ്പോൾ അതിന് അനുസരിച്ച് ഒരു ക്ഷീണം നമുക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് നമ്മൾ ബാലൻസ് ചെയ്യേണ്ടത് ധാരാളം വെള്ളം കുടിച്ചിട്ടും കൂടെ കൂടെ ഇതുപോലെ സ്നാക്സ് ഒക്കെ കഴിച്ചിട്ടാണ് നമ്മളത് ബാലൻസ് ചെയ്യേണ്ടത്. ഈ വെള്ളരിക്കയിൽ നിറയെ വാട്ടർ കണ്ടന്റ് അടങ്ങിയ കാരണം ഒരു 4 പീസൊക്കെ കഴിക്കുമ്പോഴത്തേനും നമുക്കൊന്ന് ഫില്ലാവും. നമ്മുടെ ആ ക്ഷീണമൊക്കെ മാറി നമുക്ക് നല്ലൊരു എനർജറ്റിക് ആയിട്ട് ഫീൽ ആവും. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഡയബറ്റിക് പേഷ്യൻസോ പ്രഗ്നൻറ്റ് ലേഡീസൊന്നും ഈ ഡയറ്റ് എടുക്കാൻ പാടില്ല. മാത്രമല്ല ഇത് നമ്മൾ ഒരിക്കൽ എടുത്ത് വെയിറ്റ് കമ്മിയായി എന്നുള്ള ആ ഹാപ്പിനെസ്സിൽ കൂടെ കൂടെ ഇത് ചെയ്യാനും പാടില്ല. അതിന് കുറച്ച് ടൈം കൊടുത്തിട്ട് കുറച്ച് മാസങ്ങളോളം വെയിറ്റ് ചെയ്ത ശേഷം മാത്രമേ നമ്മൾ പിന്നെ ഈ ഡയറ്റ് എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇന്ന് എനിക്ക് ഈ ലഞ്ച് മുഴുവനും കഴിക്കാൻ കഴിഞ്ഞു. വെള്ളരിക്കയും ക്യാരറ്റും ഞാൻ എടുത്തത് ഫുള്ളായിട്ട് എനിക്ക് കഴിക്കാൻ കഴിഞ്ഞു. അതിൻ്റെ കൂടെ ഒരു ഗ്ലാസ് വെള്ളവും ഞാൻ കുടിച്ചു. അപ്പോൾ ഇന്ന് ഞാൻ സാധാരണ എപ്പോഴും ലഞ്ചിന് നമ്മൾ 2 ഗ്ലാസ്സാണ് വെള്ളം കുടിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ നമ്മുടെ ലഞ്ച് ഇവിടെ ഫിനിഷായി കഴിഞ്ഞു. ഇനി നമുക്ക് വൈകുന്നേരത്തിനുള്ള സ്നാക്ക് എന്താണെന്ന് നോക്കാം. ആക്ച്വലി ഇതല്ല നമ്മുടെ സ്നാക്ക്, ഇതൊരു ചീറ്റർ സ്നാക്കാണ്. എനിക്ക് നെല്ലിക്ക എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. അതും ഉപ്പിലിട്ട നെല്ലിക്ക കഴിക്കാൻ വളരെ വളരെ ഇഷ്ടമാണ്. അപ്പോൾ അതിനാണ് ഞാൻ ഇതിവിടെ എടുത്തിരിക്കുന്നത്. ജസ്റ്റ് ഒരു ടൈം പാസിന് വേണ്ടിയിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് നമ്മുടെ സ്നാക്സിൽ പെടില്ല. അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം, അതൊന്നും കുഴപ്പമില്ല. അപ്പോൾ ഇപ്പോൾ സമയം 4:30 മണിയാണ്. ഈ സമയത്താണ് നമ്മുടെ സ്നാക്ക് കഴിക്കേണ്ടത്. അപ്പോൾ സ്നാക്കായി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു പൊമഗ്രാനേറ്റ് ആണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ഗ്ലാസ് വെള്ളവും ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പൊമഗ്രാനേറ്റിനൊക്കെ പറ്റി ഞാൻ ഡേ 1 നല്ല രീതിയിൽ വിശദീകരിക്കുന്നുണ്ട്, അതിലുള്ള ബെനിഫിറ്റ്സും ഗുണങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ കൂടെ ഒന്ന് കണ്ടു നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് വെയിറ്റ് ലോസ് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിലും എൻ്റെ ഡേ 1 മുതലുള്ള വീഡിയോസ് കണ്ടിട്ട് അതിൽ ഫോളോ ചെയ്താൽ നിങ്ങൾക്കും എന്നെപ്പോലെ ഈ 7 ദിവസം കൊണ്ട് 7 കിലോ കമ്മിയാവാൻ സാധിക്കും. സോ നിങ്ങൾ അതും കറക്റ്റായിട്ടൊന്ന് ഫോളോ ചെയ്യണം. അല്ലാതെ ഈ ഡേ 3 വീഡിയോ അല്ലെങ്കിൽ ഡേ 4 വീഡിയോ കണ്ടിട്ടൊന്നും കാര്യമില്ല. നിങ്ങൾക്ക് വെയിറ്റ് ലോസ് ചെയ്യണം എന്ന് താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ ഡേ 1 മുതലുള്ള വീഡിയോസ് നിങ്ങളെല്ലാവരും കണ്ട് അതുപോലൊന്ന് ഫോളോ ചെയ്യണം കേട്ടോ. ഇപ്പോൾ സമയം 6:15 കഴിഞ്ഞു. അപ്പോൾ നമുക്ക് സെക്കൻഡ് സ്നാക്ക് എന്താണെന്ന് നോക്കാം. അപ്പോൾ സെക്കൻഡ് സ്നാക്കിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു പീസ് തണ്ണിമത്തനാണ്. അതിൻ്റെ കൂടെ ഒരു ഗ്ലാസ് വെള്ളവും ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ തണ്ണിമത്തനിൽ 90% വാട്ടർ കണ്ടൻറ്റ് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഫ്രൂട്ടിൽ ധാരാളം ഫൈബേഴ്സും ഉണ്ട്. അപ്പോൾ ഈ ഫ്രൂട്ടും നമ്മുടെ വെയിറ്റ് കുറയാൻ നല്ലപോലെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഞാൻ ഇവിടെ തണ്ണിമത്തനെല്ലാം കംപ്ലീറ്റ് ആയി കഴിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് വെള്ളം കുടിക്കാം. വെള്ളം ഒറ്റയടിക്ക് വലിച്ചു കുടിക്കാൻ പാടില്ല, ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് വേണം കുടിക്കാൻ. അപ്പോൾ നമ്മുടെ ഈവനിങ് സ്നാക്ക് കഴിഞ്ഞു. ഇത് ഡിന്നറിന്റെ മുന്നിലുള്ള സ്നാക്ക് കഴിഞ്ഞു. ഇനി നമുക്ക് ഡിന്നർ എന്താണെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഡിന്നർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ ചെയ്ത പോലെ തന്നെ എല്ലാം, പക്ഷെ ഞാൻ ഇന്നലെ ക്യാബേജ് ഇട്ടിരുന്നില്ല. അപ്പോൾ ഇന്ന് ഞാൻ അതിൽ ക്യാബേജ് ആഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു വ്യത്യാസമേ ഉള്ളൂ. പിന്നെ ഇന്നലെ നമ്മൾ സൂപ്പായിട്ടാണ് ഇത് എടുത്തത്. ഇന്ന് ഞാൻ ജസ്റ്റ് ബോയിൽ ചെയ്തിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ചെറിയ വ്യത്യാസമേ ഉള്ളൂ. ബാക്കി ടേസ്റ്റൊക്കെ അതിന് വെറും ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് ആദ്യം ഞാൻ ബോയിൽ ചെയ്തത്. അതിനുശേഷം കുറച്ച് പെപ്പർ പൗഡർ ഇട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്കിത് കഴിക്കാൻ തുടങ്ങാം. അപ്പോൾ ഇത്രയും ഫ്രൂട്ട്സും വെജിറ്റബിൾസാണ് ഇന്നത്തെ ദിവസത്തെ എൻ്റെ ഡയറ്റിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഡയറ്റ് ശരിക്കും ഒരു ചാലഞ്ചിങ് ആണ്. കാരണം നമ്മളിതിൽ ഒരു രീതിയിലും ദോശയോ ഇഡ്ഡലിയോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും അതുപോലെ തന്നെ ഓയിലി ഫുഡ്സ് ഒന്നും കഴിക്കുന്നില്ല. വെറും ഫ്രൂട്ട്സും വെജിറ്റബിൾസും മാത്രമേ കഴിക്കുന്നുള്ളൂ. അതും ഓരോരോ ദിവസം എന്തൊക്കെയാണെന്നുള്ള ആ ഒരു ലിസ്റ്റ് പ്രകാരമാണ് നമ്മൾ എടുക്കുന്നത്. മനസ്സാണ് മെയിനായിട്ട് വേണ്ടത്. അപ്പോൾ നമ്മളുടെ മനസ്സിൽ നമ്മൾക്ക് വെയിറ്റ് കുറയണം, എനിക്ക് കുറയ്ക്കാൻ കഴിയും എന്ന് വിചാരിക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായും പറ്റും. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യവുമില്ല. നമ്മൾ വിചാരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാം ചെയ്യാൻ കഴിയും. അപ്പോൾ നമുക്കിത് പറ്റും, നമുക്ക് വെയിറ്റ് ലോസ് ചെയ്യണം എന്ന് നമ്മൾ ഉറപ്പിച്ചാൽ മാത്രമേ നമുക്ക് ഇതിലേക്ക് ചെയ്യാൻ പറ്റുള്ളൂ, സക്സസ് ആവാനും പറ്റുള്ളൂ. കാരണം ഞാൻ സക്സസ് ആയ ഒരാളാണ്. 7 ദിവസം കൊണ്ട് 7 കിലോ കമ്മിയാക്കിയ ഒരാളാണ്. അത് ഞാൻ നിങ്ങളോട് ഡെയിലി ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഡിന്നർ ഇവിടെ സക്സസ്ഫുള്ളായി ഫിനിഷ് ചെയ്തു. അതിൻ്റെ കൂടെ ഒരു ഗ്ലാസ് വെള്ളവും ഞാനിവിടെ കുടിച്ചു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇന്നലത്തെ 2 ദിവസത്തെ ഡയറ്റിൽ ഞാൻ ഇന്ന് എത്ര കിലോ കമ്മിയായി എന്നുള്ളത് ഇപ്പം നോക്കാം.
അപ്പോൾ ഇന്നലത്തെ വെയിറ്റിൽ നിന്ന് ഞാൻ കമ്മിയായത് 1 കിലോനാണ്. ഇന്നലെ ഞാൻ നോക്കിയപ്പോൾ 61.4 ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് 60.5 ആണുള്ളത്. അപ്പോൾ നിങ്ങൾക്കും പറ്റും, എനിക്ക് മാത്രമല്ല. അപ്പോൾ നിങ്ങളും ഇത് സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്ത് എല്ലാവർക്കും ഇത് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്നും യൂസ്ഫുൾ ആയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് യൂസ്ഫുൾ ആകും എന്ന് കരുതുകയാണെങ്കിൽ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ നമ്മുടെ ഈ അറേസ് വേൾഡ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങൾ ഓൾ എന്ന് തന്നെ ക്ലിക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക. എങ്കിൽ മാത്രമേ പുതിയതായിട്ട് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നാളെ നമ്മുടെ വെയിറ്റ് ലോസ് ജേർണിയുടെ 4th ഡേ ആയിട്ട് കാണാം. അപ്പോൾ നാളെ ഞാൻ എത്ര കിലോ കമ്മിയായത് എന്നെല്ലാം ഞാൻ നാളത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. അതുവരേക്കും ബൈ, ടേക്ക് കെയർ, ഹാവ് എ നൈസ് ഡേ.